മന്ത്രി വീണ ജോർജിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നത് താൻ അറിഞ്ഞിരുന്നില്ലെന്ന് ജെ.പി. നദ്ദ പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വേജിയാണ് ചേരുന്നത്. വിനീത, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് റെസിഡന്റ് കമ്മീഷണർ വഴി ഈ ഒരു നിവേദനം നൽകിയിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചത് താൻ അറിഞ്ഞില്ല എന്നൊരു വിശദീകരണം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. മാത്രവുമല്ല, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി വന്നിട്ട് തിരികെ എത്തുക എന്ന തീരുമാനം വല്ലതുമുണ്ടോ? എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം? ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജെ.പി. നദ്ദയുടെ ഒരു പ്രതികരണമാണ് ലഭ്യമായിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്കായി ജെ.പി. നദ്ദ അനുമതി നൽകിയിരിക്കുന്നു. ഈ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ 2 കത്തുകൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയതിനു ശേഷം 2 കത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. 19-നും 18-നുമാണ് ഈ കത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്കായി ഇങ്ങനെ സമയം തേടിയിരുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ലെന്നാണ് ജെ.പി. നദ്ദ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെയായിരുന്നു മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആശമാരുടെ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ 4 ആവശ്യങ്ങൾ ജെ.പി. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ അറിയിക്കുക കൂടിയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇന്നലെ മുഴുവനും ഏതാണ്ട് വൈകിട്ട് വരെ മന്ത്രി ഈ കേരള ഹൗസിലൊക്കെ തന്നെ തുടർന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും കൂടിക്കാഴ്ചയ്ക്കായി സമയം ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ പാർലമെന്റ് ഒക്കെ തന്നെ നടക്കുന്നതിനാൽ ജെ.പി. നദ്ദയ്ക്ക് സമയം ലഭിക്കാത്തതിനാലാകാം തനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാത്തതെന്നാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ കൂടിക്കാഴ്ചയ്ക്കായി താൻ നേരത്തെ തന്നെ സമയം ആവശ്യപ്പെട്ടിരുന്നു എന്നതും ഇത് സാധൂകരിക്കുന്നതിനുള്ള 2 കത്തുകളും മന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക്. ഇതിൽ മന്ത്രിയുടെ തന്നെ ഓഫീസ് മുഖേന 18-ാം തീയതിയും ഒപ്പം തന്നെ 19-ാം തീയതി റെസിഡന്റ് കമ്മീഷണർ വഴിയുമാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി ശ്രമം നടത്തിയിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വീണ ജോർജുമായി താൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ജെ.പി. നദ്ദ അറിയിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആകും ഈ കൂടിക്കാഴ്ച. അങ്ങനെയെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ ആശമാരുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കേരളത്തിന്റെ എയിംസ്, ആശമാരുടെ വിഷയം, ഒപ്പം തന്നെ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു. ഈ മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്രത്തിന്റെ ഒരു സഹായം, കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കൂടി തേടുമെന്നാണ് ഇന്നലെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ വിവിധ വിഷയങ്ങൾ, ഒപ്പം തന്നെ ആശാ വർക്കേഴ്സിന്റെ സമരം, ഇതടക്കമുള്ള വിഷയങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി വീണ ജോർജ് ഉന്നയിച്ചേക്കും. എന്തായാലും അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് വിനീത വിജി.